ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്നത് ഒരു ഇഗ്നീസ് എന്ന് പറഞ്ഞൊരു വണ്ടിയിൽ ഓട്ടോ മിറർ ഫോൾഡിങ് കിറ്റാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ZXയിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ഓപ്ഷൻ ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയിൽ സൈഡ് മിറർ ലോക്ക് ചെയ്യാനായിട്ട്, എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ചെയ്യാനായിട്ടൊരു സ്വിച്ച് ഉണ്ടായിരിക്കും. ലോക്ക് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് മിറർ ഫോൾഡിങ്ങിന് വേണ്ടിയിട്ട്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് പോകുന്ന കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വിച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം വണ്ടി ലോക്ക് ചെയ്യുമ്പോൾ ഈ ഫോൾഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും വണ്ടി ഓപ്പൺ ചെയ്ത് ഡോറ് തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയ സ്വിച്ച് അമർത്തിയിട്ട് വേണം ഫോൾഡിങ് നടത്താനായിട്ട്. പക്ഷേ നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് ഒരു സൈഡിൽ പാർക്ക് ചെയ്തു, ഒരു കടയിൽ പോയി എന്തെങ്കിലും വാങ്ങുന്നതായിരുന്നു നമുക്ക് തോന്നിയാൽ അവിടെ വണ്ടി കിടക്കുന്ന അത്ര സേഫ് അല്ലല്ലോ, മിററൊന്ന് ഫോൾഡ് ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ മിറർ ഫോൾഡിങ് ചെയ്യണമെന്ന് നമ്മുടെ റിമോട്ടിൽ വെറുതെ ക്ലോസ് ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ, വണ്ടിയുടെ ലോക്ക് ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മിറർ ഫോൾഡ് ആവും. അപ്പോൾ അതിനുള്ളൊരു സിസ്റ്റമാണ് ഇപ്പം നമ്മൾ ഇതിലേക്ക് കയറ്റാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ യൂണിറ്റ് വരുന്നത്. G999 എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു കിറ്റാണ്. നമുക്കറിയാം, കാണുമ്പോൾ തന്നെ അറിയാൽ 2 കപ്ലറും ഒരു ഇൻ്റർഫേസും ഉണ്ട്. ഈ ഇൻ്റർഫേസ് വെച്ചിട്ടാണ് അതിൻ്റെ കൺട്രോളിങ് നടക്കുന്നത്. ഇത് മാരുതിയുടെ ഒരുവിധം എല്ലാ വണ്ടിക്കും നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷേ മിറർ ഫോൾഡിങ് സ്വിച്ച് ഉള്ള വണ്ടിക്ക് മാത്രമേ ഇത് ആഡ് ചെയ്യാൻ പറ്റൂ. മിറർ ഫോൾഡിങ് ഇല്ലാത്തൊരു വണ്ടിക്ക്, സ്വിച്ച് ഇല്ലാത്തൊരു വണ്ടിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 3 വയറാണ് നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ളൂ. ബാക്കിയെല്ലാം കപ്ലറാണ്. ഇതും നമ്മൾ ചെറിയ കപ്ലർ ഇട്ടിട്ടാണ് ചെയ്യുക. വയർ കട്ട് ചെയ്യാതിരിക്കാനുള്ള കപ്ലർ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, അതാണ് സപ്ലൈ വയർ വരുന്ന ബ്ലാക്ക് കട്ടാന്ന് പറഞ്ഞ ഫ്യൂസാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഫ്യൂസാണ് അതിൽ പോവും. അപ്പോൾ അതിന് വേണ്ടി സേഫ്റ്റി എന്ന് വെച്ചാൽ വളരെ സേഫ്റ്റി ആയിട്ട് തന്നെയാണ് ഈ യൂണിറ്റ് വരുന്നത് തന്നെ. അതിന് സെപ്പറേറ്റ് ഫ്യൂസ് വരെ അതിൽ ആഡ് ചെയ്തിട്ട് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് 2 കണക്ഷൻ വരുന്നത് മിറർ ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ മിറർ ക്ലോസ് ചെയ്യാനുള്ള കണക്ഷനാണ് ആ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സിന് യാതൊരു കാരണവശാലും വയർ കട്ടിങ്ങോ യാതൊരു പ്രശ്നങ്ങളും നമുക്ക് വരുന്നില്ല. വാറണ്ടി കട്ടാവുന്നുള്ള യാതൊരു വക പ്രശ്നവും വേണ്ട. അപ്പോൾ നമുക്ക് ഓട്ടോ മിറർ ഫോൾഡിങ് ഫിറ്റ് ചെയ്യാനുള്ള ഒരു യൂണിറ്റാണ് നമ്മളിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ് കാര്യങ്ങളും അവിടെ തുടങ്ങി. അപ്പോൾ കറക്റ്റായിട്ട് ഇതേ ഡോർ പാഡിൻ്റെ ഉള്ളിൽ, ഡ്രൈവർ സൈഡിലെ ഡോർ പാഡിൻ്റെ ഉള്ളിൽ അതിൻ്റെ കപ്ലറുകൾ ഒക്കെ മെയിൽ ഫീമെയിൽ കപ്ലർ വെച്ചിട്ട് പ്രസ് ചെയ്തു. അതുപോലെ സപ്ലൈ കൊടുക്കാനായിട്ട് നമുക്ക് ഒരു ചുവന്ന കപ്ലർ ഇട്ടിട്ട് വയർ കട്ടിങ് ഇല്ലാണ്ട് അതിൻ്റെ സപ്ലൈ നമ്മളവിടെ കൊടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ച്ച് കാണാം. അപ്പോൾ അതിൻ്റെ ഫുള്ള് വർക്ക് ഫിറ്റിങ്സ് കഴിഞ്ഞു വേണ്ട. അപ്പോൾ നമ്മൾ ഇത് ലോക്ക് ചെയ്തു. വണ്ടിയിൽ സെൻട്രൽ ലോക്ക് ചെയ്തപ്പോൾ ഡോർ ലോക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് അടഞ്ഞു. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തുറക്കുന്നു. വീണ്ടും ഇത് നമുക്ക് ലോക്ക് ഒന്നുകൂടി പ്രസ് ചെയ്ത് നോക്കാം. ഇത് ലോക്ക് പ്രസ് ചെയ്തപ്പോൾ വീണ്ടും അത് അടഞ്ഞു. അൺലോക്ക് ചെയ്തപ്പോൾ വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് അത് തുറന്നു. അപ്പോൾ നമുക്ക് എവിടെ പോയാലും വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇത് മിറർ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് പണിയുടെ കാര്യമില്ല. ധൈര്യമായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോരാം. വഴിയിൽ വെച്ച് സെൻട്രൽ ലോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നീങ്ങുന്ന സെൻട്രൽ ലോക്ക് അടിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് മിറർ ഫോൾഡിങ് വർക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാനെടുത്ത് ഇത്ര അകലമൊന്നും എടുത്ത് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എല്ലാ വണ്ടിക്കും, മാരുതിയുടെ എല്ലാ വണ്ടിക്കും നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും. വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ വേറെ പ്രത്യേകത വയർ കട്ടിങ്ങോ കാര്യങ്ങളോ നമുക്കിതിൽ വരുന്നില്ല. അപ്പോൾ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. 10,000-ഓളം വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.